ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന നല്ല നാടൻ ഭക്ഷണം. സാധാരണ സമയം കിട്ടിയാൽ ഞങ്ങൾ പുറത്ത് നടക്കാനാണ് പോകാറുള്ളത്. പക്ഷേ ഇന്ന് ഒരുമിച്ച് ഇതേപോലെ ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിരുന്നു ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചതിന് ഒരു പ്രധാന കാരണമുണ്ട് കേട്ടോ. ഞാൻ ഇന്നും കൂടിയേ ഇവരുടെ ഒപ്പമുള്ളൂ. ഞാൻ നാളെ രാവിലെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറുകയാണ്. അതും ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നും കുറച്ചധികം ദൂരത്തേക്കാണ്. അപ്പോൾ വീണ്ടും പുതിയ വീട്, പുതിയ നാട്, പുതിയ കൂട്ടുകാർ. സ്വന്തമായിട്ടൊരു വീട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉള്ളിലൊരു കോട്ടയാടും ചെടികളും നടുമുറ്റവും ഒരുപാട് എയർ കയറുന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. സെയിം അതുപോലത്തെ ഒരു വീട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ വന്നു പെട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ കൊച്ചുമുറി. എൻ്റെ റൂമിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ മണിപ്ലാന്റിൻ്റെ ചെറിയൊരു ഗാർഡനാണ് കേട്ടോ. കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒന്നാണ് കേട്ടോ. ഏകദേശം 10-50 വർഷത്തോളം പഴക്കമുള്ള ടോയ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അവരുടെ മക്കളുടെ കുഞ്ഞുനാളിലെ കളിപ്പാട്ടങ്ങൾ അവരിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ എൻ്റെ മോന് കളിച്ച കളിപ്പാട്ടങ്ങളൊക്കെ ഇതേപോലെ സൂക്ഷിച്ചു വെക്കണമെന്ന്. പക്ഷേ അവൻ്റെ കളി കഴിയുമ്പോഴേക്കും ആ കളിപ്പാട്ടം എല്ലാം തോലുവാക്കിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എങ്ങനെ സൂക്ഷിച്ചു വെക്കാനാ? എന്താ മക്കളുടെ കളിപ്പാട്ടങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. നാളെ അവരും ഒരു പ്രായമാകുമ്പോൾ ഇതൊക്കെ കാണുവാൻ കഴിയുക എന്നത് തന്നെ ഒരു സുന്ദരമായ നിമിഷങ്ങളാണല്ലേ. ഈ ക്രയോൺസും ഏകദേശം അത്ര തന്നെ വർഷങ്ങളായതാണ് കേട്ടോ. ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ടേബിളിൻ്റെ മുകളിൽ പാത്രത്തിൽ ഈ ക്രയോൺസ് അതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ അതേ ആളാണ് കേട്ടോ അവിടുത്തെ അമ്മാമ്മയും. ഈ വീടിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് എന്താണെന്നറിയോ? കുറേ നല്ല ഷോ പീസുകളാണ്. നമുക്ക് എവിടെയും കാണാൻ കഴിയാത്ത അത്രയും ഭംഗിയുള്ള കുറേ നല്ല ഷോ പീസുകൾ. ഇവിടെ അമ്മാമ്മയുടെ ഹോബി എന്ന് പറയുന്നത് ക്രോഷറ്റ് വർക്കുകളാണ് കേട്ടോ. സോഫയിലെ ചെറിയ ചെറിയ കുഷ്യൻസുകളും ടേബിൾ മാറ്റും ഒക്കെയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഈ കാണുന്ന ഷോ പീസുകളൊക്കെ കണ്ടോ? ഇതൊക്കെ അപ്പാപ്പന് ഓരോ സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ. അതിനിടയിൽ ഒരു ഗണേശ വിഗ്രഹം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അമ്മാമ്മയ്ക്ക് ക്രോഷറ്റ് വർക്കുകളോടാണ് താല്പര്യമെങ്കിൽ അപ്പാപ്പന് ഫോട്ടോഗ്രാഫിയോടാണ് കമ്പം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഫോട്ടോകൾ കൊണ്ട് വീട് മുഴുവനും അലങ്കരിച്ചിരിക്കുകയാണ്. ഇത്രയും ഭംഗിയുള്ള ഈ വീടിൻ്റെ ഓരോ ഇടവും എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ പകർത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അമ്മാമ്മയുടെ ക്രോഷറ്റ് വർക്ക് ചെയ്ത ഈ ഒരു ഫ്രെയിം കണ്ടോ? ഇത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വെറുതെ ഒരു നൂല് കൊണ്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, അത് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിലൊരു തീം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൂളൻ്റെ നൂല് കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ 2 പൂവന്മാരെ കണ്ടോ? എന്താ ഭംഗിയല്ലേ. ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് പുതിയ വീഡിയോ കാണാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചിലപ്പോൾ 1 മിനിറ്റ് വീഡിയോ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷേ അതിന് പുറകിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്